ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നിഷ എന്നാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില സിമ്പിൾ ടിപ്സുകളെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടതല്ലേ എന്ന്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ലളിതമാണെങ്കിലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ചില തന്ത്രങ്ങളെ കുറിച്ചാണ്. ഇത് നിങ്ങളുടെ മൈൻഡിനും ബോഡിക്കും ഒരുപോലെ ഗുണം ചെയ്യും. നമ്മൾ ഓരോരുത്തരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അല്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ നിറയുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നിന്നും എങ്ങനെ പുറത്തു വരാം, എങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റും കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വെറും തിയറി മാത്രമല്ല കേട്ടോ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? അത് അത്രയ്ക്ക് ആഴത്തിലുള്ളൊരു ബന്ധമാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യം അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറേ ഇല്ല. നിങ്ങൾക്കറിയാമോ, നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ പടപടാന്നിടിക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, മുഖം ചുവക്കും. ഇതൊക്കെ നമ്മുടെ ബോഡി നമ്മുടെ ഇമോഷനോട് പ്രതികരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറുമ്പോൾ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റും മാറും. ഇത് ഞാൻ കുറച്ചും കൂടി വിശദമാക്കി പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു പ്രത്യേക ചിരി ഉണ്ടാവും. നമ്മുടെ ശരീരം അയഞ്ഞ ഒരവസ്ഥയിലായിരിക്കും, ഒരു ഉന്മേഷം തോന്നും. എന്നാൽ നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തോള് താഴ്ന്നു പോകും, മുഖത്ത് വിഷാദം തളം കെട്ടും, ഒരുതരം ക്ഷീണം തോന്നും. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ശാരീരിക അവസ്ഥ മാറുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ മാറും എന്നുള്ള കാര്യം. ചില സമയങ്ങളിൽ നമുക്കൊരു ഡൗൺ ആയി തോന്നും, ഒന്നും ചെയ്യാൻ തോന്നില്ല, വല്ലാത്തൊരു സ്ട്രെസ്സായിരിക്കും. ചിലപ്പോൾ എന്തൊക്കെയോ നെഗറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കും മനസ്സിൽ നിറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ കൊച്ചു വിദ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എന്തായാലും അത്ഭുതപ്പെടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വല്ലാത്തൊരു വിഷമമോ ഭയമോ അല്ലെങ്കിൽ ഒരുതരം നെഗറ്റീവ് ചിന്തകളോ തോന്നുകയാണെങ്കിൽ ഒരു നിമിഷം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ആദ്യം ചുമ്മാ അങ്ങ് നിവർന്ന് നിൽക്കുക. ആരുടെ മുന്നിലും തോൽക്കാൻ പോകാത്ത ഒരു സിംഹത്തെ പോലെ തോൾ പിന്നിലോട്ട് വലിച്ച് നിവർന്ന് നിൽക്കാം. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, എത്ര ആത്മവിശ്വാസം വരുന്നു എന്ന്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് നിവർന്ന് നിൽക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിങ്ങളുടെ നട്ടെല്ല് നേരെയാക്കി നിൽക്കുക. 1 മിനിറ്റ് ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് വലിച്ച് തല ഉയർത്തി നിൽക്കുക. ഇനി തല ഒരല്പം ഉയർത്തുക. താഴേക്ക് നോക്കി നിൽക്കുന്നത് പലപ്പോഴും നിരാശയുടെ ലക്ഷണമാണ്. ആകാശത്തേക്ക് നോക്കി തല ഒരല്പം ഉയർത്തിപ്പിടിക്കുക. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റാൻ സഹായിക്കും. അതായത് നമ്മൾ ആരെയും ഭയക്കേണ്ട, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം എന്നൊരു ഭാവം. അതിനുശേഷം ഒരു പുഞ്ചിരി. നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തുക. അതൊരു കൃത്രിമ ചിരിയാകാം. ആദ്യം വേണമെങ്കിൽ കണ്ണടച്ച് ഒരു വലിയ പുഞ്ചിരി ചിരിച്ചെന്ന് പൊട്ടിച്ചിരിച്ചു നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് ആരും കേൾക്കാൻ കഴിയാത്ത ഒച്ചയില്ലാത്ത ചിരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, ഈ ഒരു ചിരി നിങ്ങളുടെ മാനസികാവസ്ഥയെ എത്രത്തോളം മാറ്റുമെന്ന്. ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ നാട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ പോലും ഒരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് സാരമില്ലടാ എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ആ ചിരി ഒരു പ്രതീക്ഷയാണല്ലേ. അതിനുശേഷം കുറച്ചു നേരം പതിയെ ആഴത്തിൽ ശ്വാസം എടുക്കുകയും സാവധാനം പുറത്തുവിടുകയും ചെയ്യുക. 5 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുക. ഈ ശ്വാസം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ അത്ഭുതകരമായി സഹായിക്കും. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പൂരം കാണാൻ പോവുകയാണെങ്കിൽ എന്താണ് തോന്നാറ്? ആ തിരക്കിന്റെ ഇടയിൽ ആനയെ കാണുമ്പോൾ അല്ലെങ്കിൽ ചെണ്ടമേളം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു ഉത്സവ മൂഡിലേക്ക് മാറാറില്ലേ? അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ, അതായത് നിങ്ങളുടെ ആ ഒരു നിൽപ്പ്, നിങ്ങളുടെ ആ ഒരു ചിരി, അതുപോലെ തന്നെ ശ്വാസം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ ഒരു പ്രത്യേക മൂഡിലേക്ക് കൊണ്ടുപോകും. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിശയകരമായ ഒരു കാര്യമാണ്, അതായത് വിഷ്വലൈസേഷൻ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്നാലും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ണിൽ കാണുന്നത് പോലെ ഭാവനയിൽ കാണുന്ന ഒരനുഭവവും യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരനുഭവവും തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മുടെ മനസ്സിന് പ്രയാസമാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ കണക്കാക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു വലിയ രഹസ്യമാണിത്. കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് തന്നെ ആ കാര്യത്തിൽ വിജയം നേടാൻ സ്വയം പ്രോഗ്രാം ചെയ്യാൻ ഈ കഴിവ് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരു തരം മുൻകൂട്ടി കാണൽ പോലെയാണ്. ഇനി ഈ ടെക്നിക്ക് എപ്പോൾ ഉപയോഗിക്കാം എന്ന് പറയാം. ഒരു മീറ്റിങ്ങിന് മുൻപ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു വലിയ ജോലി തുടങ്ങുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം ഒന്ന് ഡൗൺ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഈ ചെറിയ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എനർജി ലെവൽ ഒരു റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നത് കാണാം. നിങ്ങൾ സുരക്ഷിതമായി ഇരിക്കുകയാണെങ്കിൽ ഒരു 60 സെക്കൻഡ് കണ്ണടച്ച് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. ഒരു മൂവി കാണുന്നത് പോലെ ഓരോ സീനും വ്യക്തമായിട്ട് മനസ്സിൽ കാണുക. ഞാൻ ഒന്നും കൂടി പറയാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. 1 മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തുക. ആ സമയത്ത് നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. വളരെ വ്യക്തമായിട്ട് കാണുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതി ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് മനസ്സിൽ കാണുക. ഒരു ജോലി ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും ഇന്റർവ്യൂ ചെയ്യുന്നവർ നിങ്ങളെ അഭിനന്ദിക്കുന്നതും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതും മനസ്സിൽ കാണുക. വളരെ വ്യക്തമായിട്ട് കാണണം. അതായത്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്, നിങ്ങളുടെ വസ്ത്രം എന്താണ്, നിങ്ങളുടെ മുഖത്ത് എന്ത് ഭാവമാണ്, മറ്റുള്ളവർ എന്തു പറയുന്നു, അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നുണ്ടോ, അവർ കൈയടിക്കുന്നുണ്ടോ, എല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ കാണുക. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുക. ആത്മവിശ്വാസം മനസ്സിൽ അനുഭവിക്കുക. വിജയത്തിന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നത് അറിയുക. നല്ല അഭിപ്രായങ്ങൾ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക. ഒരു കാര്യം കൃത്യമായി ചെയ്തതിന്റെ സംതൃപ്തി മനസ്സിൽ നിറയ്ക്കുക. ഇത് കേവലം ഭാവന മാത്രമല്ല, നമ്മുടെ നാഡീവ്യൂഹത്തെ വിജയിക്കാനായി ഒരുക്കുന്ന ഒരു പ്രത്യേക പരിശീലനമാണ്. നമ്മുടെ തലച്ചോറിൽ പുതിയ ചിന്താപാതകൾ, അതായത് ന്യൂറൽ പാത്വേ രൂപപ്പെടുന്നത് യഥാർത്ഥ അനുഭവങ്ങളിലൂടെ മാത്രമല്ല, നമ്മൾ ഭാവനയിൽ കാണുന്ന അനുഭവങ്ങളിലൂടെയും കൂടിയാണ്. നിങ്ങൾ വിജയത്തെക്കുറിച്ച് മനസ്സിൽ വ്യക്തമായിട്ട് കാണുമ്പോൾ ആ കൃത്യമായ ഫലത്തിനായി നിങ്ങളുടെ നാഡീവ്യൂഹത്തെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. അതായത്, ഒരു മത്സരത്തിന് മുൻപ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണിത്. അതായത്, ഏതൊരു ചലഞ്ചിങ് സിറ്റുവേഷന് മുൻപും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൂടുതൽ കോൺഫിഡൻസോടും ക്ലാരിറ്റിയോടും കൂടി പ്രവേശിക്കും. നിങ്ങളുടെ നെർവസ് സിസ്റ്റം വിജയത്തിനായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കും. ഇതിനെ ഒരുതരം സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഇനി അടുത്തതായി, നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ലോകം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ റിയാലിറ്റി എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലെ സംഭാഷണങ്ങൾ, അതായത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റാണ് ഉണ്ടാക്കുന്നത്. അതായത്, നമുക്കൊരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ നമ്മുടെ ബ്രെയിനിന്റെ പ്രതികരണങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യുന്നു. ദിവസം മുഴുവൻ നിങ്ങൾ സ്വയം ആവർത്തിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? അവ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണോ അതോ നിങ്ങളെ പരിമിതപ്പെടുത്തുന്നതാണോ? ഈ ഒരു ചോദ്യം മാത്രം മതി നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ. ആദ്യമൊന്നും വിധി നിങ്ങൾ എഴുതണ്ട, നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ഒരു കാണിയെ പോലെ നിങ്ങളുടെ ചിന്തകളെ നോക്കിക്കാണുക. ഇനി ഈ ആന്തരിക സംഭാഷണങ്ങൾ ഒന്ന് മാറ്റിയെടുത്താലോ എന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിലെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയത് ധരിക്കുന്നത് പോലെ. ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതിന് പകരം ഞാൻ പൂർണ്ണമായും ഇതിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. ഇതിനൊരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ കഴിയും. ഞാൻ സമ്മർദ്ദത്തിലാണ് എന്ന് പറയുന്നതിന് പകരം ഈ വെല്ലുവിളി ഞാൻ എങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചു നോക്കൂ.
ഈ ചോദ്യം നിങ്ങളുടെ തലച്ചോറിന് ഒരു പുതിയ നിർദ്ദേശം നൽകുന്നു, ഒരു പരിഹാരം കണ്ടെത്താൻ അതിനെ പ്രേരിപ്പിക്കുന്നു. ഇവ വെറും പോസിറ്റീവ് അഫർമേഷൻസ് മാത്രമല്ല, നിങ്ങളുടെ നാഡീവ്യൂഹത്തിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണിവ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾക്കനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ പ്രതികരിക്കും. അതിനനുസരിച്ചുള്ള രാസപ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കും. നമ്മളൊരു ബാലൻസ് കണ്ടെത്തുകയാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങളെ കഴിവുള്ളവരും സമർത്ഥരുമാക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുക, അല്ലാതെ നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന വാക്കുകളല്ല. ഇത് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിനെ കുറിച്ചല്ല. എനിക്ക് പണമില്ല എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കാൻ വഴികൾ കണ്ടെത്തുകയാണ് എന്ന് മാറ്റി എഴുതുന്നത് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയല്ല. മറിച്ച് നിങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളെ ഫ്രെയിം ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഒരു സ്പിരിച്വൽ ജേണി പോലെയാണിത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു യാത്ര. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഒരുപാട് കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാനുണ്ട് കേട്ടോ. ഞാൻ ഓരോ കമൻറ്റായിട്ട് വായിച്ചു അതിന് റിപ്ലൈ ഒക്കെ തരുന്ന വരുമ്പോഴത്തേന് കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുക. ഞാൻ ഓരോ കമൻറ്റും നോക്കി ഞാൻ റിപ്ലൈ തരാവേ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്